Canberra Malayali Group presents നാടോടുമ്പോൾ കുറുകെ. ഈ കഥയോ കഥാപാത്രങ്ങളോ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായി എന്തെങ്കിലും സാദൃശ്യം തോന്നിയാൽ അത് തികച്ചും സ്വാഭാവികമാണ്. ഇത് കണ്ട് നിങ്ങൾ ചിരിച്ച് മണ്ണ് കപ്പില്ലെങ്കിലും ദയവായി കല്ല് തപ്പരുത്. ഇവിടെ വാർഡനിലെ ഒരു വീട്ടിൽ മത്തായിക്കുട്ടിയും പെമ്പിളയും നാട്ടിൽ നിന്നെത്തിയ അമ്മച്ചിയും ഡിന്നർ കഴിക്കുകയാണ്. എന്താ അമ്മച്ചി ഇത്? $2 മാല, $3 കണ്ണാടി, $1 വള, ഇതെന്ത് കോലം? ചൈനീസ് ഷോപ്പിന്റെ മോഡൽ വല്ല ആണോ? ആന്നടാ ആന്നു, നിനക്ക് കുറച്ചിലാണെങ്കിൽ കണക്കായി പോയി. ചൈനീസ് ഷോപ്പിലെ വില കുറഞ്ഞ സാധനമല്ലേ നീ എനിക്ക് വാങ്ങിച്ചു തരത്തുള്ളൂ. മോളിക്കുട്ടിക്കല്ലേ നീ ഡയമണ്ടും കോപ്പും ഒക്കെ വാങ്ങിച്ചു കൊടുക്കത്തുള്ളൂ. എന്താടി മോളി നീ പുല്ലും പോച്ചൊക്കെ തിന്നുന്നത്? നിനക്ക് മനുഷ്യര് തിന്ന വല്ലതും വെച്ചുണ്ടാക്കി കഴിച്ചുകൂടെ? അത് അമ്മച്ചി, ഞാൻ ഡയറ്റിംഗ് ആണ്. ഇത് സാലഡാ ഞാൻ കഴിക്കുന്നത്. എന്നെ ഇടപാടാടാ. അത് അമ്മച്ചി വണ്ണം കുറയ്ക്കാനുള്ള ഒരു ഏർപ്പാടാ ഇത്. ഓ തന്നെ? ഞാൻ വിചാരിച്ചത് കന്നുകാലിക്ക് കാടി കളിക്കി കൊടുക്കുന്ന പോലെ ഉണ്ടല്ലോ. ഒന്ന് പോ അമ്മച്ചി, വലിച്ചു വാഴിക്കുന്ന ഇങ്ങനെയിരിക്കും. എന്നാടി എനിക്കൊരു കുറവ്? ആവശ്യത്തിന് ബ്ലാഡർ ഇല്ലേ? എന്റെ നല്ല പ്രായത്തിലേ വരെ എന്നെ ഒരു നോട്ടം ഉണ്ടായിരുന്നു. എന്റെ പള്ളി, നിങ്ങൾ ഈ പോരൊന്ന് നിർത്തിയിട്ട് എന്തേലും ഒന്ന് കഴിക്ക. എന്റെ അമ്മച്ചി, ഈ ഫോർക്കിന്റെ പരിപാടി ഒന്ന് നിർത്തിക്കേ. അതിന് നീയല്ല നിന്റെ കൂട്ടുകാർ വന്നപ്പോ ഞാൻ കൈയിട്ട് കഴിച്ച് നാണക്കേട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയത്. എന്റെ അമ്മച്ചി, ദാ ഇതും കൊണ്ട് കഴിക്ക. ഇതെന്താടാ, ഈർക്കലാണോടാ മത്തായിക്കുട്ടി? അല്ല എന്റെ അമ്മച്ചി, ഇതാ ചൈനീസ് ചോപ്സ്റ്റിക്ക്. ഇതാകുമ്പോ നാക്കെ കുത്തി കേറത്തുമില്ല. അമ്മച്ചിക്ക് സൗകര്യമായിട്ടിരുന്ന് കഴിക്കാം. കഴിഞ്ഞ മാസം അമ്മച്ചി ഫോർക്കും കൊണ്ട് കഴിച്ചുണ്ടാക്കിയ പുതിൽ ഓർമ്മയുണ്ടോ? അങ്ങനെ കാൻബ്രയിലെ തിരക്കുള്ള ഒരു എമർജൻസിയിൽ മാസങ്ങൾക്ക് മുമ്പേ അരങ്ങേറിയ ഒരു സംഭവം നമുക്ക് കണ്ടു കളയാം. എന്റെ അമ്മച്ചി, അമ്മച്ചിയോട് ഞാൻ 100 തവണ പറഞ്ഞതാ ഈ കുന്തം കൊണ്ട് കഴിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന്. നാക്കെ കുത്തി കേറ്റലെന്ന് പറഞ്ഞതല്ലേ? അതെങ്ങനാ? എന്തേലും കണ്ട വെപ്രാളല്ലേ? ഓരോന്നൊപ്പിച്ച് വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് ആ പാട്. മണിക്കൂർ 6 ഇവിടെ ഒരു ഡോക്ടറെ കാണാൻ കുത്തിയിരിക്കുന്നു. എടാ മകാനെ, എന്നോട് ചാടി കളിക്കാതെ അവരോടൊന്ന് പറയടാ, എനിക്കൊരു ഇഞ്ചക്ഷൻ തരാൻ. വേദനിച്ചിട്ടിരിക്കാൻ വയ്യ. ഇഞ്ചക്ഷൻ പെയിൻ fork tongue what? Sorry, you need to wait for another 5 hours to be seen by a doctor. എന്നതാ അവള് പറഞ്ഞത്? അമ്മച്ചി, ഒന്ന് നാട്ടിൽ പോയി വരാൻ നേരം ഉണ്ടെന്ന്. ഏത് നശിച്ച നേരത്താണോ ഞാൻ അമ്മച്ചി ഈ ഫോർക്ക് കൊണ്ട് തിന്നാൻ പഠിപ്പിച്ചത്? നിങ്ങൾ 6 മണിക്കൂറല്ലേ ഇവിടെ ഇരുന്ന് കാത്തിരിക്കാൻ തുടങ്ങിയുള്ളൂ. ഞാൻ കഴിഞ്ഞ 6 വർഷമായി എമർജൻസിയിൽ കാത്തിരിക്കുന്നു ഒരു ഡോക്ടറെ കാണാൻ. എന്തായിരുന്നു അസുഖം? അതെ, 6 വർഷം മുമ്പ് ഒരു രാത്രി എനിക്കൊരു അബദ്ധം പറ്റിയതാ. അതിനൊരു ഗുളിക വാങ്ങിച്ച് കഴിച്ച് തിന്നാൻ വന്നതാ. എന്നിട്ട് എന്താവാൻ? അബദ്ധത്തിന് ഇപ്പൊ 6 വയസ്സായി. അത് വയറക്കത്തിനും മഞ്ഞപ്പറ്റത്തിനും കൂടെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോവാന്ന് കരുതി. മാമി, ഇവക്കും ഒരു ഇഞ്ചക്ഷൻ വേണം. എന്റെ മോളെ, നിനക്കും എന്റെ അബദ്ധം തന്നെ പറ്റിയോ? ഇപ്പോൾ ഇവിടുത്തെ സ്കൂളിലെ പിള്ളേർ മിടുക്കരാ. നമ്മുടെ മനസ്സിൽ കാണുന്നത് അവർ ഹാർബർ ബ്രിഡ്ജിന്റെ മേളിൽ വെച്ച് കാണിക്കും. So what's your name? Name Valsamma Chittavase Pulli. What? Spell it for me. VALSASASIMAME GG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 
മാറ്റ്. എന്തോന്നാടാ? പാട്ടയോ? അതൊക്കെ നീ പേര് മാറ്റി മത്തായി കുട്ടി. എന്റെ അമ്മച്ചി,
മത്തായിക്കുട്ടി ചുരുക്കിയ മാറ്റാക്കിയത്. ഇയാള് കൊള്ളാലോടാ. എന്നാ വത്സമ്മ ചുരുക്കി നമുക്ക് വി ആക്കിയാലോ? അത് വേണ്ട അമ്മച്ചി, വി എന്നാ ഇവിടെ വൃത്തികേടാ. എന്നാ വാലെന്നാക്കാടാ മത്തായിക്കുട്ടി. അതെന്തിനാ അമ്മച്ചി? അതെന്താ സാധനം? നിന്റെ പുറകെ തൂങ്ങിക്കിടക്കുന്ന സാധനം. Okay. Well, how bad is the pain on a scale of 10? What? Now, give me a pain score on 10. 0 means no pain, and the worst pain is 10 out of 10. 1, 2, 3, 4. മോനെ മത്തായിക്കുട്ടി, 5 ഇംഗ്ലീഷിൽ എന്താടാ പറയുന്നത്? അമ്മച്ചി 6 എന്നാ തോന്നുന്നത്. Come on, be quick. 1, 2, 3, 4. 5, 6, 7, 8, 9, 10. No. Give me a number. അമ്മച്ചി ഞാൻ പറയാം. 10 out of 10. No. 1 out of 10. Okay, in that case, take this tablet, painkiller tablet, and sit there for a while. ഇതെന്താടാ, പല്ലിമുട്ടയാണോടാ? അല്ല അമ്മച്ചി, ഇതാ പെനഡോൾ. ആഹാ, 5-6 മണിക്കൂർ ഇതിനു വേണ്ടിയാണോ കുത്തിയിരുന്നത്? നിന്റെ ട്രോയ്ക്കകത്ത് ഇത് കിടപ്പില്ലായോ? അല്ല, ഇഞ്ചക്ഷൻ തരാൻ പറയടാ. No injection, pain injection. You need to be seen by a doctor for that. വിശക്കുന്നടാ, എന്തേലും തിന്നാൻ താടാ. അമ്മച്ചി ഒന്ന് മിണ്ടായിരിക്കും, നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാം. സമയം ഇഴഞ്ഞു നീങ്ങി. അവസാനം അത് സംഭവിച്ചു. കർത്താവേ, സ്തോത്രം, അവള് തിരിച്ചു വന്നിരിക്കുന്നു. Yeah, you're going to be seen by the doctor next. So where is the fork? അമ്മച്ചി, നാക്കിലുള്ള ഫോർക്ക് എവിടെ പോയെന്നാ അവള് ചോദിക്കുന്നത്. എടാ മത്തായിക്കുട്ടി, താഴെ ഒന്നും നോക്കണ്ടടാ. വിശന്നപ്പോ ഞാൻ അതങ്ങ് വിഴുങ്ങി. In that case, you can go home and when you go for a poo, watch out for a fork. എന്നതാടാ മോനെ, ഈ പൂ അരച്ചോണ്ട് വരാനാണ് ഇവള് പറയുന്നത്? ഇതേ ഇവിടുത്തെ ഇടപാട് തീർന്നമ്മച്ചി. 2 പോകുമ്പോ ഒരു കത്തിയും മുള്ളും കൂടെ പ്രതീക്ഷിക്കണമെന്ന്. എന്തിനാടാ മത്തായിക്കുട്ടി? ചില്ലിട്ട് വെക്കാൻ. പോടി വെള്ള പിശാചേ, ഇത്രയും മണിക്കൂർ എന്നെ കുത്തി ഇരുത്തിയിട്ട് ഇതിനു വേണ്ടിയാന്നോടി? നീ അങ്ങ് നാട്ടിലോട്ട് വാ, ഞാൻ നിന്നെ കുനിച്ചു നിർത്തി കൂമ്പിനിട്ടിരിക്കും. പോട്ടമ്മച്ചി, ഇത്രയും നേരം കളഞ്ഞല്ലേ, നമുക്ക് ഊളി പോയി സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോവാം. സന്ധ്യ മയങ്ങും നേരം അവർ ഊളിയിലെത്തി. നശിക്കാൻ വേണ്ടി. ഇവിടെയും ഭയങ്കര തിരക്കാണല്ലോ, എത്ര നേരം കൂടെ നിക്കണം? എടാ, നമ്മുടെ പുറകെ നിൽക്കുന്ന സാഹിബ് കുറെ നേരമായി എന്നെ തുറച്ചു നോക്കുന്നു. ഇവരൊന്നും ബ്ലാഡറുള്ള സ്ത്രീകളെ കണ്ടിട്ടില്ലേടാ? വായി നോക്കാൻ പറ്റിയ ഒരു ഉരുപ്പടി. ഒന്ന് ചുമ്മാ നിന്നേ എന്റെ അമ്മച്ചി. അല്ലടാ മത്തായിക്കുട്ടി, അവൻ കുറെ നേരമായി എന്റെ കാതിലെ സ്വർണ്ണത്തേലോട്ടാ നോക്കുന്നെന്ന് തോന്നുന്നു. ഇവിടെയും കള്ളന്മാരുണ്ടോടാ? വേണ്ട മോനെ, വേണ്ട സാഹിബിന്റെ മോനെ. No touching കേട്ടാ. Nice ear piercing. Where did you get it done? Can you give me the name of the shop where you got it done? Oh, Eddie. എന്റെ ക്യാൻബറ മുത്തപ്പാ, രക്ഷിക്കണേ, ഇവൻ ശരിയല്ലടാ. Help! Rapist attack, poor Indian old lady, poor Indians, help! അങ്ങനെ മെൽബണിലും സിഡ്നിയിലും സംഭവിച്ചത് അന്ന് കാൻബറയിലും സംഭവിച്ചു. ടിവിയിലും പത്രങ്ങളിലും ഒക്കെ മത്തായിക്കുട്ടിയും അമ്മച്ചിയും അങ്ങനെ നിറഞ്ഞു നിന്നു കുറച്ചു കാലം. എടാ മത്തായിക്കുട്ടി, കാൻബറ ക്രിസ്മസ് പരിപാടി വരികയല്ലേടാ, എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോടാ. എന്റെ അമ്മച്ചി, ഞാൻ കമ്മിറ്റി ചെയർമാനാ, എനിക്കങ്ങനെ നിന്ന് തിരിയാൻ സമയമില്ല. എടാ എന്നാ മോളിക്കുട്ടി മോളെ, നീ എന്നെ ഒന്ന് കൊണ്ടുപോടി. എനിക്ക് പറ്റിച്ചില്ല അമ്മച്ചി, എനിക്ക് ബോളിവുഡ് ഡാൻസ് പ്രാക്ടീസ് ഉള്ളതാ. പിന്നെ വയസ്സായി മുക്കി പല്ല് മുളച്ചപ്പോഴാ അവള് തുള്ളാൻ പോകുന്നത്. വീട്ടിൽ തുള്ളി ഒന്നും പോരായിരിക്കും. അമ്മച്ചി,
ഞാൻ പറഞ്ഞ പിന്നെ തേച്ചവും കുറിച്ചാൽ മാറത്തില്ല. നീ കുളിക്കല്ലേടി മോളി, എന്റെ മേക്കപ്പ് കഴിഞ്ഞു പോവും. ആഹാ, അങ്ങനെയാണ് ഞാൻ എന്റെ മെൽബണിലുള്ള മോടെ വീട്ടിൽ പോവാ. കഴിഞ്ഞ തവണ ഫോൺ വിളിച്ചപ്പോഴേ അവള് പറയുക കൊട്ടാരം മോളോടെ വീട്ടിലെ അടുക്കളയില് ബെഡ്റൂമിൽ പോണേ ജീപ്പസ് വേണമെന്ന്. എന്നാ അക്ഷയ നെക്സ്റ്റ് അമ്മച്ചി പോകുമ്പോ അമ്മച്ചി ആ പൊങ്ങച്ചക്കാരുടെ വീട്ടിൽ കൊണ്ട് വിട്ടേര്. കുട്ടിച്ച് ജീപ്പസ് വാങ്ങിച്ചു കൊടുക്കാൻ മറക്കണ്ട. ഇനി വീട്ടിൽ വഴിതെറ്റി പോകണ്ടല്ലോ. ഞാൻ പോടി പിശാചേ, ഞാൻ പോടി. എന്റെ കാൻബറ മുത്തപ്പ, ഇവള് കാൻഗറു പിടിച്ച വഴി കിടന്ന് ചത്തു പോണേ. ഞാൻ ഈ നഷ്ടത്തിൽ നിന്ന് പോവുകയാ. അമ്മച്ചി മോനും സ്തോത്രം കേട്ട സ്തോത്രം. എന്റെ കാൻബറ മുത്തപ്പ, നീയാണ് എനിക്ക് തുണ. എന്റെ കർത്താവേ, 2 തലകൾ ചേർന്നാലും 4 മനോരമകൾ ചേരത്തില്ല. ഇതിന്റെ ഇടയിൽ കിടന്ന് ഞാൻ ചത്തുപോകും. അങ്ങനെ കാൻബറയിൽ ക്രിസ്മസ് പരിപാടി സെലിബ്രേഷൻ വന്നെത്തി. So, this first prize for the best dance performance this evening goes to the Christmas Father. So the Christmas Father, kindly take the mask off and let's see your face. Who is that? Oh, this is our Amici. Walsama Chitausepoe. No, I am Val. Oh, Val Amici, congratulations. Dear Amici, do you have any take-home message this Christmas? Kangaroo run, we run. What? പറഞ്ഞത് മനസ്സിലായില്ലേ? നാടോടുമ്പോ കുറുകെ ചാടണമെന്ന്.